ജിമ്മിയിലേക്ക് എത്തിയാൽ ജിമ്മി, ഇത് ഇടതുമുന്നണിയുടെ കൂട്ടായ വിജയം എന്നാണ് CPI അതിനെ കാണുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPMനെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുകയായിരുന്നു CPI. CPIയിലെ മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിനെത്തിയില്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വം തകർന്ന സർക്കാർ എന്നൊരു ലേബൽ കിട്ടുമായിരുന്നു. അത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചകളിലേക്ക് പോകുമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന സാഹചര്യം അപകടം മണത്തു. മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി. നോക്കൂ, രാവിലെ AKG സെറ്റിൽ കുടിയിതാരൊക്കെയാണ്. മുഖ്യമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി MA ബേബി, ഒപ്പം തന്നെ LDF കൺവീനർ. ഇവരുടെ യോഗത്തിൽ വെച്ചാണ് ഒരു തീരുമാനമുണ്ടാവുന്നത്. ഡാമേജ് കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴി. പക്ഷേ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്നാക്കം പോവുക കഴിയില്ല. അതിന് ഉപാധികൾ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ തത്വത്തിൽ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന സൂചനയാണ് ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷേ അതെങ്ങനെയെന്നുള്ളതിന് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൻ്റെ അന്തിമ രാഷ്ട്രീയ വിജയം ആർക്കാണ്? CPIയുടേതാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ വിജയം CPI നേടിയാലും CPMന് വലിയ തിരിച്ചടിയുണ്ടായാലും അതിൻ്റെ ആത്യന്തികമായ കുഴപ്പം ഇടതുമുന്നണി ദുർബലമാകുന്നു, ഇടതുമുന്നണി സർക്കാരിന് ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ല എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇത് ഇന്ന് ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നതിന് മുമ്പേ തന്നെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴാണ്? പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം CPI മന്ത്രിമാരെ കൂടെ ഇരുത്തി ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ച ചോദ്യം കേരള ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. പണ്ട് 1967 EMS മന്ത്രിസഭ രാജിവെക്കുന്ന സമയത്ത് B വെല്ലിംഗ്ടനോടൊപ്പം CPIയിലെ മന്ത്രിമാർക്കെതിരെ കൂടെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. അരി കുംഭകോണത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയൊക്കെ ചില തമാശകളൊക്കെ ഒപ്പിച്ചു ചോദിച്ചാൽ ഇതെന്ത് സർക്കാരെന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്വമില്ല, ഇതെന്ത് സർക്കാരെന്ന് ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ചോദിക്കാനുള്ള അവസരം ഉണ്ടായി കഴിഞ്ഞു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതൽ കുഴപ്പമായേനെ. പക്ഷേ ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സർക്കാരിൻ്റെ ഭാഗമായി പുറത്തു വന്ന കാര്യങ്ങൾ വെറും സാങ്കേതികത്വം മാത്രമാണ്. ഈ കരാറിൽ നിന്ന്, ഈ MOUയിൽ നിന്ന്, കരാറല്ല MOUയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നില്ല. അതേസമയം ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ വിഷയം പഠിച്ച ശേഷം തീരുമാനമെടുക്കും എന്നൊക്കെ പറയുന്നത് വെറും സാങ്കേതികത്വമാണ്. ഒരു കരാറിൻ്റെ, ഒരു MOUവിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അതിൽ നിന്ന് കേരള സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു. കേന്ദ്രവും കേരളവും തമ്മിലുള്ള MOUയിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അടിസ്ഥാനപരമായ കാര്യം. അത് പരസ്യമായി ആരും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഒരു വാദത്തിന് നാളെ പറയാനായിട്ടാണ് ഈ ഉപസമിതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഉപസമിതി എന്ന് യോഗം ചേരും, എത്ര ദിവസത്തേക്കാണ്, എത്ര കാലം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കണം, ഇതിനെക്കുറിച്ച് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടാകാനും സാധ്യതയില്ല. ഉപസമിതിയൊക്കെ ഒരു നമ്പറാണെന്ന് നമുക്കറിയാം. അപ്പോൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുകയാണ്. സാങ്കേതികമായി അടുത്തൊരു പ്രശ്നം, MOU എന്ന് പറയുന്നത് ഒരു രണ്ട് കക്ഷികൾ തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നതാണ്. അതിനകത്ത് 1 മാസത്തെ നോട്ടീസും 2 കൂട്ടരും കൂടി സമ്മതിച്ചാലേ ഈ MOUയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാകുമോ എന്ന് ചോദിച്ചാൽ കേരള സർക്കാർ ഇതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. PM ശ്രീയിലേക്ക് സ്കൂളുകളിൽ ലിസ്റ്റ് കൊടുക്കണം. അവിടെ മുതൽ കേരള സർക്കാർ ചവിട്ടും. ചുരുക്കത്തിൽ പ്രായോഗികമായി നടക്കില്ല. കേന്ദ്രത്തിന് വേണമെങ്കിൽ കേരളം വളരെ മോശമായി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തന്നെ വിള്ളലുണ്ടാക്കുന്ന രീതിയിൽ ഒരു MOUയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. സർക്കാരുകൾ പോലും പിന്തുടർച്ചയാണെന്നിരിക്കെ ഒരു സർക്കാർ തന്നെ അവർ പറഞ്ഞ കാര്യം 7 ദിവസത്തിനുള്ളിൽ മാറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിൽ ഈ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഡാമേജാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? പല രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. പക്ഷേ അടിസ്ഥാനപരമായി CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം ഇവിടെ വന്നിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയും സർക്കാരിനെ കൊണ്ട് പഴയ നിലപാട് തിരുത്തുകയും ചെയ്യുമ്പോൾ ആ തീരുമാനമെടുത്ത മന്ത്രിസഭയുടെ തലവൻ പിണറായി വിജയനിലേക്കാണ് ഈ വിരലുകൾ മുഴുവൻ ചൂണ്ടുന്നത്. ഒരു CPM പോലെ ഒരു പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിലടക്കം എടുത്ത ഒരു തീരുമാനം ക്യാബിനറ്റിൽ വന്ന് 2 തവണ മാറ്റിവെച്ച ഒരു വിഷയം ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പോയി ഒപ്പിടുന്നു എന്ന് പറയുന്നത് ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് പറയാനുണ്ടെന്നാണ്. എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അദ്ദേഹം എന്ത് പറയും? എന്താ പറയുക? ക്യാബിനറ്റിൽ കൊണ്ടുവന്ന ഒരു കാര്യം നിങ്ങൾ മാറ്റിവെച്ച കാര്യം നിങ്ങളെങ്ങനെ ഒപ്പിട്ടു? അതിന് അദ്ദേഹം എന്തായിരിക്കും മറുപടി പറയുക? CPI മന്ത്രിമാരോട്, ഘടകകക്ഷി എന്ന നിലയിൽ CPIയോട് ഈ കാര്യം മറച്ചു വെച്ചാൽ എന്താണ് മറുപടി? ഇതിനൊന്നും മറുപടിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ CPMൻ്റെ നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ്. അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഇതിനകത്തൊരു കാവ്യനീതി കൂടിയുണ്ട്. ഒരു തവണ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ADB ലോണിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ഒരു കാര്യം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ചെയ്തതാണ്. അതെന്താണ്? ADB ലോണിൻ്റെ കാര്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിസഭയുടെയോ മുഖ്യമന്ത്രിയുടെ അറിയാതെ പോയി ഒപ്പിട്ടു. അവസാനം ആ കരാർ നിലനിന്നു കേട്ടോ. ആ കരാർ നിലനിന്നു. എന്നിട്ട് എന്താണ് ചെയ്തത്? മുഖ്യമന്ത്രി പലതും സർക്കാരിനെ അറിയിക്കാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ അന്ന് ADB ലോൺ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വിചാരിച്ച രീതിയിൽ തന്നെയാണ് പോയത്.
ഒപ്പിട്ടു, ക്യാബിനറ്റ് അറിഞ്ഞില്ല, ആ ADB ലോണിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയി. ആ ലോൺ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. 50% ചിലവാക്കി എന്നുള്ളത് വേറൊരു വിഷയം, അതതിൻ്റെ ഭരണ നടത്തിപ്പിൻ്റെ വിഷയമാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആ ചരിത്രം ആവർത്തിക്കുകയാണ്. പക്ഷേ ഇത്തവണ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ക്യാബിനറ്റ് അറിയാതെ എടുത്തൊരു തീരുമാനത്തെ തിരുത്തിച്ചിരിക്കുകയാണ്. അത് CPI മാത്രമല്ല, CPMൻ്റെ നേതൃത്വം കൂടി ചേർന്ന് തിരുത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു വിഷയം. അപ്പോൾ പഴയ കഥ എങ്ങനെയാണ് നമുക്കൊന്ന് തിരിച്ചു നോക്കണ്ടേ? ഇന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പാർട്ടി അറിയാതെ ഏകപക്ഷീയമായി ഒരു സംഘത്തെ കൂടെ നിർത്തി, ഒരു സിൻഡിക്കേറ്റിനെ കൂടെ നിർത്തി കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്നുള്ള അതേ ആക്ഷേപമല്ലേ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയല്ലേ? കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട കോർഡിനേഷനിലേക്ക് കാര്യങ്ങൾ പോകണ്ടേ? പാർട്ടിയുമായി ഒരുമിച്ച് പോകണ്ടേ? അപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രീസിഡൻസ് ഉണ്ട്. 5 അംഗ കമ്മിറ്റിയാണെന്ന് VSനെ വരിഞ്ഞു മുറുക്കാൻ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ അതേ സാഹചര്യം ഇപ്പോഴുണ്ട്. CPMൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി വേണം. കാരണം ഇത് ഇന്നിങ്ങനെ ചെയ്തു, നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പോവുക എന്ന് സ്വാഭാവികമായും സംശയിക്കാമല്ലോ. വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ കിടക്കുകയാണ്. ഇതൊരു വശം. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണ്? ഈ കാര്യത്തിൽ ഇന്ന് 10,000 കോടി ചെലവ് വരുമെന്നാണ് ധനമന്ത്രി അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ ധന ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാർ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ കണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അവരുടെ പ്രകടന പട്ടികയിൽ പറഞ്ഞ പത്രികയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഭാഗികമായി, അതായത് ക്ഷേമ പെൻഷനൊക്കെ 2000-ലേക്ക് എത്തിച്ച് 2,500 ആണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. അതിൽ 2000-ലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ സാമ്പത്തിക പ്രശ്നമുണ്ട്. എന്തോ ബാക്കി പ്രഖ്യാപിക്കാൻ അതെ. അപ്പോൾ 1,500 കോടിയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. അതേസമയം 10,000 കോടിയുടെ പദ്ധതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ എങ്ങനെയാണ്? വേണമെങ്കിൽ വാദിക്കാം 1,500 കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം കുറച്ചുകൂടി എളുപ്പം പരിഹരിക്കാമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ കാര്യത്തിൽ സർക്കാരിനൊരു ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടും SSAയുടെ പണം കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായ ശേഷവും സർക്കാർ ഒരു 10,000 കോടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അവധാനതയോടെ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ 1,500 കോടിക്ക് വേണ്ടി ഇത്രയും വലിയൊരു നാണക്കേട് ഒഴിവാക്കാമായിരുന്നില്ലേ ഒരു വിഷയം. ഇനി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഈ പണദൗർലഭ്യം മാത്രമായിരുന്നു പ്രശ്നം. CPM ഇടതുപക്ഷം മുമ്പ് പറഞ്ഞ്, ഞാൻ CPI കൂടെ ചേർത്താണ് പറഞ്ഞത്, എത്ര കാര്യങ്ങൾ വിഴങ്ങി. ഓർമ്മയുണ്ടല്ലോ, സ്വകാര്യ സർവകലാശാല ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരുമ്പോൾ അന്ന് അതിന് ചുക്കാൻ പിടിച്ച TP ശ്രീനിവാസൻ എന്ന് പറയുന്ന മുൻ അംബാസഡറുടെ കാരണത്തടിച്ച അടി. അതിനുശേഷം സ്വകാര്യ സർവകലാശാലയും പോയി, വിദേശ സർവകലാശാല വരികയാണ്. അതിനുള്ള ബില്ല് മുകളിലേക്ക് പോയിരിക്കുന്നത് ഗവർണർ ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് അത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു രീതിയിലുള്ളൊരു നയം നടപ്പിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഭാഗമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയാലും PM ശ്രീ ആയാലും ഇതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ നിങ്ങളുടെ നയമെന്ത്, നിങ്ങളുടെ നിലപാടെന്ത്, നടപടി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ സംശയമുണ്ട്. അതായത് കോൺഗ്രസ് ഈ കാര്യത്തിൽ വളരെ വലിയൊരു ഇരട്ടത്താപ്പ് ഇന്ത്യയിലാകമാനം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനോട് ചോദിക്കാം, നിങ്ങളുടെ നയമെന്ത്? അപ്പോൾ അവർ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ നയം എവിടെ? ഇതാണല്ലോ ഇനി അങ്ങോട്ട് ഒരു ഫൈറ്റ്. നിങ്ങളുടെ നയം എന്താണെന്ന് കോൺഗ്രസിനോടും നിങ്ങൾ പറഞ്ഞ നയം എവിടെയെന്ന് തിരിച്ച് ഇടതുപക്ഷത്തോടും ചോദിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇതിൻ്റെ അനുരണങ്ങൾ കുറച്ചു കാലം കൂടെ നിൽക്കുമോ, അതോ ഇന്ന് പ്രഖ്യാപിച്ച 10,000 കോടിയടക്കമുള്ള വികസന പദ്ധതി എല്ലാ സമസ്ത മേഖലയിലെ മനുഷ്യരെയും തൊടുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്? എല്ലാത്തരം ആളുകൾക്കും സർക്കാരിൻ്റെ ഒരു തലോടൽ ഇന്നത്തെ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നുണ്ടായ നാണക്കേടിനെ മറച്ചുവെക്കാൻ, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ മറച്ചുവെക്കാൻ ഈ 10,000 കോടിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കഴിയുമോ? കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് CPMഉം CPIയും ഒരുമിച്ച് ഇനി ശ്രമിക്കുകയും വേണം. രണ്ടുപേരോട് ചേർന്നാണ് യുദ്ധമുണ്ടായതെങ്കിലും. ഇനി ഇതിനകത്ത് രാഷ്ട്രീയമായ മേൽക്കൈ CPIക്ക് ഉണ്ടായെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്രേ ദിവസം പറഞ്ഞൊരു കാര്യമല്ലേ, ആ കാര്യത്തിൽ CPI ജയിച്ചു. ഇനി എന്താണ്? പക്ഷേ ഈ ഓപ്പറേഷൻ സക്സസ് പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറയുന്നൊരു വിഷയത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ഈ നാണക്കേട് CPIയും കൂടെ ഇനി താങ്ങണം. CPI ഈ പറഞ്ഞതിനൊക്കെ ന്യായീകരിക്കണം, ഞങ്ങൾ തമ്മിലൊന്ന് കളിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ ചേട്ടനും അനിയനും തമ്മിലാകുമ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇതേ സാധനത്തെ CPI ന്യായീകരിക്കേണ്ടി വരും. അവരുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടപ്പോൾ അവർ പോരിനിറങ്ങി ആ നിലപാട് സ്ഥാപിച്ചെടുത്തു. അതിനുശേഷം ഈ ചെയ്തതിനെ മുഴുവൻ ന്യായീകരിക്കേണ്ടി വരുന്നൊരവസ്ഥയുമുണ്ട്. ചുരുക്കത്തിൽ ഒരു തരത്തിലും CPIക്കായാലും താൽക്കാലികമായ രാഷ്ട്രീയ ലാഭം CPIക്കാണെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു വർഷം നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ഓരോരോ വിഷയങ്ങളായി വരികയാണ്. പലതും അവധാനതയോടെ കൈകാര്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ. സ്വർണ്ണക്കൊള്ള പോട്ടെ, 2019 തുടങ്ങി വെച്ചു, അന്ന് ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. ഈ വിഷയത്തിലെങ്കിലും കുറച്ചുകൂടെ മര്യാദയ്ക്ക് നിൽക്കാമായിരുന്നല്ലോ. കൂടുതൽ തിരിച്ചടികൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാകപ്പഴയുണ്ടായാൽ വിരൽ ചൂണ്ടുക ഒരൊറ്റ ആളിലേക്കായിരിക്കും, അത് മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രി കാണിച്ച ഒരു ധൃതി, വേണമെങ്കിൽ വാശി, വേണമെങ്കിൽ മുട്ടാപ്പോക്ക്, ഇതെല്ലാം
സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട്. പൊതുജനത്തിൻ്റെ മുന്നിൽ, പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സർക്കാരിനെ നിയന്ത്രിക്കാൻ ഇടതുമുന്നണി എന്ത് ചെയ്യും? അതാണ് ചോദ്യം. Meet the editors.